ഹലോ, അപ്പോൾ കുറേ നാളായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. അപ്പോൾ ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കേണ്ടതാണ്. സാധാരണ ദിവസത്തേക്കാൾ വളരെ വ്യത്യസ്തമാണ് കേട്ടോ സൺഡേസ്. എല്ലാം റിവേഴ്സിബിൾ ആയിരിക്കും കേട്ടോ സൺഡേസിൽ നടക്കുന്നത്. അങ്ങനെ നമ്മൾ എണീറ്റപ്പം തന്നെ ഭൂമിദേവിനെ തൊട്ട് വന്ദിച്ചു, അതുപോലെ സാമീനെ തൊഴുതു. പിന്നെ നമുക്ക് മുഖം കഴുകി പല്ല് തേക്കണം. അപ്പോൾ പല്ലുമ്മ ഞാൻ നല്ല ക്ലിപ്പ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ, സിംഗിൾ ക്ലിപ്പ്, ഗ്യാപ്പ് വരാണ്ടിരിക്കാൻ. അത് കാരണം നല്ല വേദനയുണ്ട്. അതിട്ടിട്ട് സംസാരിക്കാനും പറ്റില്ല. അത് കാരണമാണ് അത് ഊരി വെച്ചത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇടുള്ളൂ, അത് കാരണമായിട്ട് ഇത്ര വേദന. എന്നിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ അത് ഇടാനുള്ള മടി കൊണ്ടും പിന്നെ ഇന്നലെ അച്ഛനമ്മയുടെ ചീത്തയൊക്കെ ഇട്ടിട്ട് ഇടയ്ക്കിടുമ്പോൾ ഒടുക്കത്തെ വേദനയാണ്. എന്നാലും വേദന ഉണ്ടെങ്കിലും നമ്മൾ എന്നൊന്നും ഇടില്ല കേട്ടാ. നിനക്ക് വട്ടുണ്ടോ? പിന്നെ ഇപ്പോൾ നമുക്ക് പല്ല് തേക്കണം. എടുക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ആരും പല്ല് തേച്ചിട്ട് കുളിച്ചിട്ട് ഫുഡിൻ്റെ മുന്നിൽ വന്നിരിക്കണ്ടെന്ന്. ആരും ഒന്ന് ഉദ്ദേശിച്ചത് എണ്ണ അച്ഛനാട്ടാ. അപ്പം ഞങ്ങൾ രണ്ടുപേർക്കും ഇനി ഫുഡ് കിട്ടില്ല കുളിച്ച് പോയിരുന്നാൽ. അപ്പോൾ പണിയെടുക്കാൻ തന്നെ നിവർത്തിയുള്ളൂ. ഓണല്ലേ വരുന്നത്, അപ്പോൾ ഫാനൊക്കെ ഒന്ന് പൊടി തട്ടാറായിട്ടുണ്ട് ഫാനൊക്കെ. അതുപോലെ ജനലയുടെ കമ്പിയും ഇതൊക്കെ തുടയ്ക്കണം. അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ പറ്റുള്ളൂ. അതിന് മുന്നേ നമുക്കൊന്ന് അടുക്കള വിസിറ്റ് ചെയ്യണം കേട്ടോ. എണീറ്റപ്പം ചെയ്യണതാണ് അടുക്കള വിസിറ്റിങ് എന്ന് പറഞ്ഞാൽ. ഇന്നിപ്പോൾ എന്താ കഴിക്കാനുള്ളത് അത് ഇന്നലെ രാത്രിക്ക് എടുക്കുമ്പോഴേ അതാലോചിച്ചിട്ടാവും എടുക്കുക. കാരണം ഫുഡ് നമുക്ക് മുഖ്യമാണല്ലോ. അപ്പോൾ അതെന്താ പാപ്പും എന്താ കറികളെന്നൊക്കെ അറിയാനായിട്ട് ഇൻസ്പെക്ട് ഒരു കാര്യമില്ല, ചുമ്മാ കയറി പിച്ചും പേയും പറയുന്നു. മുട്ടയൊക്കെ ഞാൻ ഇങ്ങനെയാട്ടാ കെട്ടി വെച്ചത്. നൈറ്റ് എന്നും ഇങ്ങനെ തന്നെ കെട്ടി വെക്കുക. ഈ വെട്ടിയിട്ട കുറച്ച് ഷോർട്ട് ഹെയർസ് ഉണ്ട്, അത് പുറത്തേക്ക് വന്നു. അത് സാരില്ല, എന്നാലും ഇതൊക്കെ മുകളിലോട്ട് ഇങ്ങനെ കെട്ടി വയ്ക്കും. അപ്പോൾ ഇത് ഡിസ്റ്റർബൻസ് ആവില്ല ഉറക്കത്തിൽ. പിന്നെ ഇന്നലെ ഡ്രസ്സ് വന്നിട്ട് പിന്നെയും ട്രാക്ക് സ്യൂട്ടാണ്. അപ്പോൾ അപ്പോൾ നമുക്ക് പോയിട്ട് പല്ല് വെച്ചിട്ട് അടുക്കള ഒന്ന് വിസിറ്റ് ചെയ്യാം. അങ്ങനെ അടുക്കളയ്ക്ക് പോവാട്ടോ. അപ്പോൾ ഇതൊരു കിച്ചൺ, ഏറ്റവും പുറകിലൊരു കിച്ചൺ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് അമ്മ കുക്ക് ചെയ്യാറ്. അപ്പോൾ ഇന്ന് കയ്പ്പയ്ക്ക തിളപ്പിക്കാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ ചാള മുളക് ചാറ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫാൻ അച്ഛൻ തുടച്ച് പകുതിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഹാളിലത്തെ തുടയ്ക്കണം. കഴുകി തുടച്ചു. അയ്യോ, ആ വാഷപ്പൊന്നുമല്ലോ. അങ്ങനൊന്നും ഇടല്ലേ, ഇനി ഇടാൻ പറ്റിയില്ലേ? അയ്യോ, നമ്മള് സർവൻസ് ബ്ലേഡാലേ പോയി മേടിച്ചല്ലേ, എഞ്ചിന് മേടിച്ചാ പറ്റേ. എഞ്ചിന് മേടിച്ചത് ആകെ 3 മോശമായിട്ടുള്ളൂ. അവിടെ 3 പഠിപ്പിക്കലായത്. അധ്യാപകർ എന്താ പഠിപ്പിക്കലാണ്. സെപ്റ്റംബർ 5 വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യമായിട്ട് അവര് പറയണത്. സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തിന്റെ എന്നാണ് ഏറ്റവും വലിയ തെറ്റ് എന്റെ അച്ഛൻ ചെയ്തത്. അമ്മയും തെറ്റ് പറ്റിപ്പോയത്. തുമ്മി ഒരു പരിവായിട്ടുണ്ട്. നിങ്ങൾ അവിടേക്ക് കേട്ടു അച്ഛൻ്റെ തുമ്മല്. ചെടികളൊക്കെ വല്ലാണ്ട് ഹൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ ജനവാതിലിൻ്റെ ഏകദേശം ഹൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഒന്ന് വെട്ടി. ലെവലൊന്നും ആയിട്ടില്ല. കത്രിക മൂർച്ച കുറവായിരുന്നു. നമ്മുടെ ആളുടെ മുറ്റടിക്കാണ്. ഒരു ഞായറാഴ്ച മുടക്കുള്ള ദിവസങ്ങൾ മാത്രം മുറ്റടി. മുടക്കുള്ള ദിവസം മുറ്റടി 4 പകഞ്ഞ് അടുപ്പിക്കും. രണ്ടുപേരും ഒരുമിച്ച് എന്നെ കൊണ്ട് പറ്റില്ല. നമ്മള് അലർജി ഉള്ള ആളാ. എല്ലാവർക്കും ചേട്ടാ. ഞങ്ങൾക്ക് പണ്ടോട്ടിട്ടേ വേർപ്പിന്റെ അസുഖമുള്ളവരാ. അമ്മയുടെ ചായ കൂടി കഴിയാനുള്ള കേട്ടോ. വയസ്സന്മാരോ വരെ ഇപ്പൊ കവളൊക്കെ പ്രശ്നം കല്യാണം കഴിച്ച വെറുതെ ആവശ്യമുണ്ടെങ്കിൽ കുഴപ്പമൊക്കെ ഉണ്ടായത്. ഈ ഫോട്ടോ കണ്ടിട്ടാറിയില്ല. അച്ഛൻ ചെറുപ്പത്തില് നല്ല തുടുത്തിട്ടായിരുന്നു ഇത്ര. ശരിക്കുള്ള ഞാൻ ഇവിടെ ഇല്ല, വേറെ എവിടെയാണ്. ഇത് ഞാനല്ല. ഫോട്ടോ കേട്ടാ 99 കല്യാണം കഴിഞ്ഞ കുട്ടികളുടെ
കൊല്ലത്തിന് 20 വർഷമായി. 2004 മോളുടെ പേരിലിട്ട് ഫോട്ടോ മോളുടെ പേരിലിട്ട് ഫോട്ടോ ആണത്. 20 കൊല്ലം കൊണ്ട് ഞാൻ ഇത്രമാത്രം മാറണം. ഞാൻ എന്താ 10-20 കൊല്ലം കൊണ്ട് ഞാൻ എന്താ സ്ഥിതി? ചെറുപ്പത്തിലെ എനിക്കെന്താ ഓർക്കാൻ വയ്യ. ഡോക്ടറോട് ചോദിക്കണം. ഈ പ്രായത്തിൽ ഇത്ര സുന്ദരകുട്ടപ്പനായിട്ട് ഇരിക്കണ്ടല്ലോ. നമ്മളൊക്കെ ആ പ്രായമാകുമ്പോ എന്താവും? ചുള്ളി വീഴും. ഇത് ഏത് ഫോട്ടോ എടുത്ത് നോക്കിയൊക്കെ ഏറ്റവും കൂടുതൽ അവർ ചേട്ടനാ. എല്ലാ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് എല്ലാത്തിലും ചേട്ടനാ. എന്നെ വല്ല ഭംഗിയിട്ട് നോക്കി എല്ലാ ഫോട്ടോത്തിലും. ആര് എന്റെ പൊന്നും കൊടുത്തിട്ട് പൊട്ട് ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാ വാ തുറക്കുന്നത്. ഉണ്ടല്ലോ. ചന്തല്ലോ. അവരച്ഛനാ മഞ്ഞ സട്ടുള്ള ഫോട്ടോ. എന്താ ഒരു സൗണ്ട്. ഞാൻ അന്ന് ചോദിച്ചതാ ചേട്ടൻ ഏറ്റവും ഇഷ്ടമുള്ള കളർ മാമ്പഴ മഞ്ഞാന്ന് പറയാറുള്ള വന്നത്. ഞാനത് പറഞ്ഞപ്പോ മുന്തിരി കളറാണ്. കരിമഞ്ഞ ഒരു കയ്യബദ്ധം മാറ്റിക്കരുത്. കരിമഞ്ഞ മുന്തിരി കളറാണ്. നാണം കെടുത്തി തന്നെ. അതിലാ ക്വസ്റ്റ്യൻ ആൻസർ തെറ്റിയില്ലേ? എങ്ങനെ നമ്മുടെ ഇനി അടുത്ത പണി അടുത്ത പണി കാപ്പി പിടിച്ച് അവസാനിപ്പിക്കേ. ഇതുണ്ട്. ഒറ്റക്ക് വീഴുന്നത് ഇങ്ങനെ മറ്റും ചെയ്യില്ലേ? അങ്ങനല്ല. ഞാൻ സാഷ്ടാംഗം നമസ്കരിച്ചെന്നറിയില്ലേ? ഞാന് ആ റൂമിലെ തുടക്കുന്ന ആരുടെ കസേര നോക്കി ചേട്ടൻ ചാടുന്ന രഞ്ജിനി കണ്ട ഞാൻ അത് ചിരിച്ചിട്ട് അത് വെളുത്തിടില്ല ചേട്ടാ. കാണുന്ന വയറൊന്നും തൊട്ടേ തോടാന്ന് പറയുമ്പോഴേക്ക് നോക്കി എന്താണോ ചിരിക്കുന്നത്? ചിരിപ്പിച്ചിട്ട് തോട്ടാലും പിന്നെ ചാടുണ്ട. അയ്യോ ചേട്ടാ മാറ്റാനായിട്ടുണ്ട്. ആരാ ഇനി അവിടേക്ക് മാറ്റണം. എന്തേ ഒരുവിധം വണ്ടികൾ എൻഫീൽഡ് ബുള്ളറ്റ് അതൊക്കെയാ. അതിൽ ബയറിങ് പോയി എന്നിട്ട് മാറ്റാൻ പറ്റുമോ? അപ്പഴേക്ക് അത്രേ ഉള്ളൂന്നല്ലേ? ഒരു ബയറിങ് പോയി മതി. ഇന്നത്തെ മതി. എന്റെ വയറ് ചൂളം എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നല്ലോ. ഞങ്ങളെ ഒരു പറ്റില്ല. ഒരു ദിവസം ആകെ ചെക്കത്താണ്ട് മുടക്കട്ടെ. ഞായറാഴ്ച ആകെ 2 ദിവസം മുടക്കുക. എനിക്ക് പറ്റില്ല. അച്ഛാ ഒരു ദിവസം കിട്ടിയ നമ്മളെ പിഴിയാ. ഒരു ദിവസം കിട്ടിയപ്പോഴേ പിഴിയാ നമ്മളെ. 2 ദിവസം പിടിച്ചു പിടിച്ചത് ഈ വയറൊട്ടും. ജനങ്ങളുടെ എല്ലാ കമ്പി തുറക്കണ്ടേ? എനിക്ക് തുടച്ച് ഫോട്ടോ ഒറ്റ മിനിറ്റ് ചേട്ടാ. ഇത് നമ്മുടെ ഫോട്ടോസ് ചേട്ടൻ പോണേക്കാൻ മുന്നേ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ചെമ്മരല് വെക്കാനായിട്ട് താഴെ വെച്ചേക്കാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഫുഡ് കഴിക്കാനായിട്ട് പോവാ കേട്ടോ. കാലത്ത് ഞങ്ങളെല്ലാവരും ചോറാണ് കഴിക്കുക. അമ്മയും ചേട്ടനാണ് കേട്ടോ പലഹാരത്തിൻ്റെ ആള്. അപ്പം എനിക്ക് അച്ഛനും ചോറ് കിട്ടിയില്ലെങ്കിൽ എന്തോ പോലെയാണ്. അപ്പം ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. ചാളമുളക് ചാറും പിന്നെ ചാള വറുത്തതും ചിക്കൻ വറുത്തതും ചിക്കൻ കറിയും അച്ചാറ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ ട്രോഫീസൊക്കെ വീട് പണിക്ക് മുകളിൽ കയറ്റിയായിരുന്നു. അതൊക്കെ ഒതുക്കാനായിട്ട് ഞാനും അമ്മയും നിൽക്കാട്ടോ. അപ്പം എൻ്റെ റൂമിൽ ഈ ഷെൽഫിൻ്റെ മുകളിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ വെക്കാനാണ് പ്ലാൻ ചെയ്തത്. ഇതുവരെ അവിടെ ഒന്നും തുടച്ചിട്ടില്ല. എൻ്റെ റൂം അടിച്ചു തുടച്ചു. അങ്ങനെ അവിടെയും കൂടി അടിച്ചു തുടച്ചിട്ട് വേണം കുളിക്കാനായിട്ട്. പിന്നെ നമ്മുടെ ലിവിങ് റൂമിലായിട്ട് മാറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ ടീപ്പോയി ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ മാറ്റ് എന്നും എടുത്ത് കുടയാറില്ല. അപ്പോൾ ഞങ്ങൾ സൺഡേ അന്ന് ലീവ് കിട്ടിയപ്പോൾ 3 പേരുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പിടിച്ചിട്ടു. അങ്ങനെ കുളി കഴിഞ്ഞു. പ്രത്യേകം സ്കിൻ കെയർ റൂട്ടീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കഴിക്കണ സമയം വന്നിട്ട് 3:30 ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം 3:30ക്കാണ് ഞാൻ തക്കാളി മുട്ടയും ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചത്. തക്കാളി മുട്ടയും സംഭാരവും കൂടിയിട്ട് കഴിക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ തക്കാളി എരിയായിരുന്നു ആദ്യത്തെ ശ്രമം കേട്ടോ. തക്കാളി മുട്ട ഒന്നും ഞാൻ ഉണ്ടാക്കാറില്ല, സത്യസന്ധമായി പറയാം. ഒക്കെ അമ്മയാണ് ഞാൻ ഉണ്ടാക്കിയത്. വാടിയാലോടെ ഞാനൊക്കെ സെയിം തന്നെ പ്ലീ ആക്കിയിട്ടുണ്ട് ഞാൻ. ഇനി ഉടയാനൊന്നുമില്ല. അല്ല ഉടയാനല്ല, വാടാനൊന്നും ഉണ്ടാവില്ല. ഇത് ഫുള്ള് എടുക്കണം തോന്നുന്നുണ്ട്. ഒരു തക്കാളി ഫുള്ള് എടുക്കണം കേട്ടോ. 2 മുട്ട എടുത്തേക്കണേ. നമുക്ക് തക്കാളി കൂടുതൽ കഴിച്ചാൽ നല്ലത്. അതായത് നമുക്ക് തക്കാളി കഴിക്കാം. അങ്ങനെയെങ്കിലും തക്കാളി നമ്മൾ വയറ്റിക്ക് എത്തട്ടെ. എനിക്കിത് മിക്സിയിലൊക്കെ അടിച്ചിട്ടാണ് ചെയ്യാറ്.
അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ തക്കാളി മുട്ട ഉണ്ടാക്കുന്നത്. തൈരും കൂടി ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ ബാഗേജ് കട്ട തൈര് കൊണ്ടുവന്നുണ്ട്. ഇത് ഒറിജിനലാട്ടോ, കണ്ടോ, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ച് ഗ്ലാസ്സിലേക്ക് പകർത്താം. നമുക്ക് പച്ചമുളക് വെട്ടിയിട്ട് കുറച്ച് ഉപ്പിടാട്ടോ. ശരിക്കും പറഞ്ഞാൽ തൈരും മുട്ടയും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. തൈരും മുട്ടയും കഴിക്കും, അതുപോലെ തൈരും ഉണക്കമീനും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഈ മുളക് വെട്ടിയിടാം അതിൽ. തക്കാളി പോയേ മുളക് വെട്ടിയിടാട്ടോ. അങ്ങനെ ചോറ് കഴിക്കാനായിട്ട് മുട്ടയും സംഭാരമൊക്കെ ശരിയായിട്ടാ. അപ്പോൾ ഞങ്ങളങ്ങനെ ചോറ് കഴിക്കാൻ പോവായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്.